ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൺ ലാബ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഫലാഫിലുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഫലാഫിൽ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാനും മറക്കരുത്. ഞാനിവിടെ കാബോളി കടലൊക്കെ എടുത്തിട്ടുണ്ട്. രാത്രി മുഴുവൻ കുതിർത്തി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 5 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പോളം മല്ലിച്ചപ്പും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ഉള്ളി 4ആയി മുറിച്ചത് ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് എയർ ടൈറ്റിൽ മൂടി വെക്കാം. എന്നിട്ട് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു ഞാൻ ഫലാഫിലിൻ്റെ അച്ചിനെ കൊണ്ടാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് കൈനെ കൊണ്ട് തന്നെ ആക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫലാഫിലിൻ്റെ മാവ് ഇട്ടുകൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ചുട്ടെടുക്കാൻ. ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ചുട്ടെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കാണ് കോരിയെടുക്കേണ്ടത്. നമ്മുടെ ഫലാഫിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫലാഫിൽ ഇത്രയും പണിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചായക്ക് കൂട്ടാം, പിന്നെ റോളായിട്ടും കൂട്ടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ബൈ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.